നമ്മുടെ റിവിഷൻ പ്രോബ്ലം 4 നോക്കാം. സുധീർ ഓണർ ഓഫ് ദി ബിഗ് ഹൗസ് ആണ്. മുനിസിപ്പൽ വാല്യൂ തന്നിട്ടുണ്ട്. 1/3 പോർഷൻ ലെറ്റ് ഔട്ടാണ്. അങ്ങനെ 1/3 പോർഷൻ ലെറ്റ് ഔട്ടാണ്. ബാക്കി പോർഷൻ സെൽഫ് ഒക്യുപ്പൈഡ് ആണ്. മുനിസിപ്പൽ ടാക്സ് 3600 ഉണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്കറിയാം എന്ത് ചെയ്യണം, 1/3 ഭാഗം ലെറ്റ് ഔട്ടിൻ്റെ എല്ലാം നമ്മൾ ഡിഡക്റ്റ് ചെയ്യണം പ്രൊപ്പോർഷനേറ്റ് ആയിട്ട്. അപ്പോൾ നോക്കാം, ഈ വീടിൻ്റെ മുനിസിപ്പൽ വാല്യൂ 36,000, അതിൻ്റെ 1/3 പറഞ്ഞാൽ 12,000 കിട്ടും. പിന്നെ വേറെ FRV കാര്യങ്ങളോ ഒന്നും തന്നിട്ടില്ല. ആക്ച്വലായിട്ട് റെൻറ്റ് റിസീവ് ചെയ്യണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1600 അപ്പോൾ 1600 × 12, ഇതിലേതാണോ കൂടുതൽ? 19,200 കൂടുതൽ. അപ്പോൾ അത് നമ്മൾ എഴുതി. അതിനുശേഷം മുനിസിപ്പൽ ടാക്സ് മൊത്തത്തിൽ 3600 അതിൻ്റെ 1/3 1200 കണ്ടു. അപ്പോൾ ആനുവൽ വാല്യൂ നമുക്ക് 18,000 കിട്ടി. അത് ഇന്നിൻ്റെ 18,000ൻ്റെ 30% നമ്മുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 5,400 കിട്ടി. ഇൻട്രസ്റ്റ് 1/3 കണ്ടുപിടിക്കണം. 21,000 × 1/3 7,000. രണ്ടും ആഡ് ചെയ്തിട്ട് ഔട്ടർ കോളത്തേക്ക് ഇട്ടു. അപ്പോൾ നമുക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 5,600 കിട്ടും. സെൽഫ് ഒക്യുപ്പൈഡ് പോർഷന് നമുക്ക് GAV ഒന്നുമില്ല, ആനുവൽ വാല്യൂ നില്ലാണ്. 2/3 പോർഷനാണ് ഇവിടെ സെൽഫ് ഒക്യുപ്പൈഡ് വരിക. 1/3 ലെറ്റ് ഔട്ട് ആണെങ്കിൽ 2/3 സെൽഫ് ഒക്യുപ്പൈഡ്. അപ്പോൾ 21,000ൻ്റെ 2/3 14,000 മൈനസ് ഫിഗറാണ് വരിക. മൊത്തം ഈ വീടിൻ്റെ ഇൻകം നോക്കുക നമ്മൾ. അപ്പോൾ ഒരു -14,000 ഒരു +5,500, അപ്പോൾ മൈനസ് ഫിഗർ തന്നെ വരിക. അതുകൊണ്ടാണ് ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി -8,400 ഇതിൻ്റെ ഉത്തരം വരിക. അടുത്ത ചോദ്യം റിവിഷൻ പ്രോബ്ലം 5 ആണ്. മുനിസിപ്പൽ വാല്യൂ തന്നിട്ട്, ഫെയർ റെൻറ്റ് തന്നിട്ട്, സ്റ്റാൻഡേർഡ് റെൻറ്റ്, ലോക്കൽ ടാക്സ് പെയ്ഡ് ഉണ്ട്. ഈ വീടിൻ്റെ പ്രത്യേകത ഏപ്രിൽ മുതൽ ജൂൺ 30 വരെ സെൽഫ് ഒക്യുപ്പൈഡും അതിനുശേഷം ലെറ്റ് ഔട്ടുമാണ്. ഈ വീടിനെ 2 യൂണിറ്റ് ആയിട്ടൊന്നും തരംതിരിച്ചിട്ടില്ല. ഒരേ ഒരു വീട് സെൽഫ് ഒക്യുപ്പൈഡും ലെറ്റ് ഔട്ടാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെൽഫ് ഒക്യുപ്പൈഡിൻ്റെ ഒരു ബെനിഫിറ്റും കിട്ടില്ല. എന്താണോ ലെറ്റ് ഔട്ട്, ആക്ച്വൽ ലെറ്റ് ഔട്ട് എന്താണോ അതിൻ്റെ ബെനിഫിറ്റ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ വീട് ലെറ്റ് ഔട്ട് എത്ര മാസത്തേക്കാണെന്ന് ആദ്യം നോക്കാം. 1 ജൂലൈ 2019 മുതൽ 31 മാർച്ച് 2020 വരെ ലെറ്റ് ഔട്ടാണെന്ന് നമ്മൾ വിചാരിക്കണം. കാരണം ഫ്രം ജൂലൈ 2019 എന്നാണ് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് വരയ്ക്കുള്ള മാസം എന്ന് പറഞ്ഞാൽ 9 മാസമുണ്ട്. 5,000 × 9 മാസം 45,000. അപ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂ നോക്കി. ഒന്നല്ലെങ്കിൽ മുനിസിപ്പൽ വാല്യൂയും ഫെയർ റെൻറ്റും കമ്പയർ ചെയ്യുമ്പോൾ വിച്ച് എവർ ഇസ് ഹയർ 60,000 എഴുതി. ദെൻ അത് സ്റ്റാൻഡേർഡ് റെൻ്റായിട്ട് കമ്പയർ ചെയ്തു. അത് 58,000 സ്റ്റാൻഡേർഡ് റെൻറ്റ്, 60,000 ഓർ 58,000 വിച്ച് എവർ ഇസ് ലോവർ. അങ്ങനെയാണ് 58,000 നമ്മുടെ എക്സ്പെക്റ്റഡ് റെൻറ്റ് വരിക. ആക്ച്വൽ റെൻറ്റ് പറഞ്ഞാൽ 45,000, 9 മാസത്തേക്ക് 5,000 രൂപ വെച്ചിട്ട്. അപ്പോൾ അത് രണ്ടിൽ ഏതാ കൂടുതൽ? എക്സ്പെക്റ്റഡ് ആണ് കൂടുതൽ. അതുകൊണ്ട് 58,000 എക്സ്പെക്റ്റഡ് വന്നു. ഇനി ലോക്കൽ ടാക്സ് 3,000 രൂപ നമുക്ക് കുറയ്ക്കാൻ ഫുൾ എമൗണ്ടും 55,000 കിട്ടി. അതിൻ്റെ 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 16,500 കുറച്ചപ്പോൾ നിങ്ങൾക്ക് 38,500 ഈ വീടിൻ്റെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കിട്ടി. ഇനി റിവിഷൻ പ്രോബ്ലം 6 ആണ്. ശിവരാമൻ ഒരു വീട് പണിതു. 1/6/2016 ലോൺ എടുത്തു 3 ലക്ഷം, 15%. വീണ്ടും അയാൾ ലോൺ എടുക്കണം 9 ലക്ഷത്തിന് 18%. അത് എടുക്കുന്നത് നമ്മുടെ പ്രീവിയസ് ഇയർ ആയിട്ടുള്ള 1/4/2019 വീട് പണി കഴിയണത് 30/11/2019. നമുക്കറിയാം വീട് പണി കഴിഞ്ഞ വർഷത്തിൻ്റെ മാർച്ച് മാസത്തിലേക്കായിട്ട് നമ്മൾ ചുരുക്കണം നമ്മുടെ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ്. ഈ വീട് ഡിസംബർ 1 മുതൽ അയാൾ സെൽഫ് ഒക്യുപ്പൈഡ് ആണ്. മുനിസിപ്പൽ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ട് 1,20,000. അങ്ങനെയാണെങ്കിൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം വേണ്ടത്, നമുക്ക് സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസാണ്, ലെറ്റ് ഔട്ട് ഹൗസ് അല്ല. അപ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂ ഒന്നുമില്ല, ഇൻട്രസ്റ്റ് മാത്രം നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. വർക്കിംഗ് നോട്ടിലേക്കാണ് ആദ്യം പോകേണ്ടത്. 3 ലക്ഷത്തിൻ്റെ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിലെ ഇൻട്രസ്റ്റ് നോക്കാം. ലോൺ എടുത്തേക്കുന്നത് 1/6/2016. കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തേക്കുന്നത് 30/11/2019. അപ്പോൾ ആ വർഷത്തെ മാർച്ചിലേക്ക് ചുരുക്കുക. അപ്പോൾ ഞാനവിടെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട് 2016 ഇനി 7 മാസമുണ്ട് ലോൺ എടുത്തതിൻ്റെ. 2017 12 മാസമുണ്ട്, 18 12 മാസമുണ്ട്, 19 3 മാസമേ ഉള്ളൂ. 31/3/2019 വരെ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ്. അപ്പോൾ 3 മാസം. ഇതൊക്കെ കൂടി കൂട്ടുമ്പോൾ 34 മാസമുണ്ട് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ്. അപ്പോൾ 3 ലക്ഷത്തിൻ്റെ 15% ഇൻറ്റു 34/12 1,27,500 രൂപയാണ്. അതിൻ്റെ 1/5 എന്ന് പറഞ്ഞാൽ 25,500 രൂപ. അപ്പോൾ ഇത് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിൻ്റെ ഇൻട്രസ്റ്റ് മാത്രമായി. ഇതവിടെ മാറ്റി വയ്ക്കുക. ഇനി പ്രീവിയസ് ഇയറിലെ ഇൻട്രസ്റ്റ് ഒക്കെ നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് ആ ടേബിൾ, മുകളിലത്തെ ടേബിളിൽ
വർക്കിംഗ് നോട്ടിൽ ആദ്യം എ എഴുതിയിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ 3 lakh at 15%. അത് പ്രീവിയസ് ഇയറിൻ്റെയാണ്. വെറും 15% കണ്ടുപിടിക്കുമ്പോൾ 45,000 കിട്ടും. 1/5 പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിന് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 25,500. അതേപോലെ 9 ലക്ഷം രൂപ നമ്മുടെ പ്രീവിയസ് ഇയറിൻ്റെ തുടക്കത്തിലുള്ള ഏപ്രിൽ മാസത്തിൽ ലോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ 19 മുഴുവൻ അയാൾ ഈ പ്രീവിയസ് ഇയറിൻ്റെ ഇൻട്രസ്റ്റ് കൊടുക്കണം. 9 ലക്ഷം ഇൻറ്റു വെറും 18%, 1,62,000. ഇതൊക്കെ കൂടി കൂട്ടുമ്പോൾ 2,32,500 രൂപയാണ് അയാളുടെ കഴിഞ്ഞ വർഷം കൊടുക്കേണ്ട ഇൻട്രസ്റ്റ്. പക്ഷെ നമുക്കറിയാം വീട് അക്വയർ ചെയ്യാനോ പർച്ചേസ് ചെയ്യാനോ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടോ ലോൺ എടുത്തു കഴിഞ്ഞാൽ മാക്സിമം എമൗണ്ട് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുന്നത് 2 ലക്ഷം രൂപയാണ്. അതുകൊണ്ടാണ് ആനുവൽ വാല്യൂ ലെസ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് 2 ലക്ഷം രൂപ എഴുതിയിരിക്കുന്നത്. ഉത്തരം -2 ലക്ഷം. അടുത്തത് മുഹമ്മദിന് 2 വീടുണ്ട്, രണ്ടും സെൽഫ് ഒക്യുപ്പേഷനാണ് ഉപയോഗിക്കുന്നത്, എക്സും വൈയും. അപ്പോൾ സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസിൻ്റെ ഇൻകം കാണാൻ എളുപ്പമാണല്ലോ. ഹൗസ് എക്സ് എന്ന് എഴുതുക, സെൽഫ് ഒക്യുപ്പൈഡ് ആനുവൽ വാല്യൂ നില്ലെന്ന് എഴുതുക. ആദ്യത്തെ വീടിൻ്റെ ഇൻട്രസ്റ്റ് മാത്രം കുറയ്ക്കുമ്പോൾ -6,000 വരും. രണ്ടാമത്തെ വീടിൻ്റെ ഇൻട്രസ്റ്റ് 20,000. രണ്ടും കൂടി കൂട്ടുമ്പോൾ ആ വീടിൻ്റെ മൊത്തം ലോസ് എന്ന് പറയുന്നത് -26,000. അത് അത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ചന്ദ്രിക ഓൺസ് എ ഹൗസ് വിച്ച് ഈസ് ലെറ്റ് ഔട്ട് ഫോർ റെസിഡൻഷ്യൽ പർപ്പസ്. മന്ത്ലി റെൻറ്റ് 10,000 രൂപയാണ്. മുനിസിപ്പൽ വാല്യൂ തന്നിട്ടുണ്ട്, ഫെയർ റെൻറ്റ് തന്നിട്ടുണ്ട്, മുനിസിപ്പൽ ടാക്സ് ഓഫ് കറണ്ട് ഇയറും തന്നിട്ടുണ്ട്, അരിയേഴ്സ് ഓഫ് 15,000 ഫോർ പാസ്റ്റ് 9 ഇയേഴ്സ്. നമുക്കറിയാം മുനിസിപ്പൽ ടാക്സിൻ്റെ അരിയേഴ്സ് പണ്ടത്തെ വർഷങ്ങളിലുണ്ടെങ്കിൽ നമ്മുടെ പ്രീവിയസ് ഇയറിൽ പെയ്ഡ് ആണെങ്കിൽ നമുക്കത് കുറയ്ക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ഇത് ലെറ്റ് ഔട്ട് ഹൗസാണ്. അപ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂ എങ്ങനെയാണ് വരിക? MRV തന്നിട്ടുണ്ട്, FRV തന്നിട്ടുണ്ട്. MRV പറഞ്ഞാൽ 1,06,000, FRV 11,000 പെർ മന്ത്. അപ്പോൾ 11,000 ഇൻറ്റു 12 പറയുമ്പോൾ 1,32,000. അപ്പോൾ MRV FRVയും കമ്പയർ ചെയ്യുക. 1,06,000 ആണോ 1,32,000 ആണോ ഹയർ? 1,32,000. ആക്ച്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 ഇൻറ്റു 12, അപ്പോൾ 1,20,000. ഇതിലേതാ കൂടുതൽ? 1,32,000 കൂടുതൽ. അതുകൊണ്ട് 1,32,000 എഴുതി. മുനിസിപ്പൽ ടാക്സ് പ്രീവിയസ് ഇയറിലെ 15,000 പ്ലസ് 9 വർഷങ്ങളിലെ 15,000, 15,000 ഇൻറ്റു 9. ഇതൊക്കെ കൂടി കൂട്ടിയിട്ടുള്ള മുനിസിപ്പൽ ടാക്സ് ലെസ് ചെയ്യുമ്പോൾ ആനുവൽ വാല്യൂ മൈനസ് ഫിഗറാണ് വരിക. കാരണം എന്താ? മുനിസിപ്പൽ ടാക്സ് കൂടുതലാണ് ഗ്രോസ് ആനുവൽ വാല്യൂവിനേക്കാളും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി അടുത്ത ചോദ്യം, ആനുവൽ വാല്യൂ കണ്ടുപിടിക്കണം. എക്സ്പെക്റ്റഡ് റെൻറ്റ് തന്നിട്ടുണ്ട്, ലെറ്റ് ഔട്ട് അറ്റ് 20,000 പെർ മന്ത് തന്നിട്ടുണ്ട്, ഹൗസ് ടാക്സ് ഓണറെ കൊടുത്തിട്ട് 18,000, 10% ഓഫ് മുനിസിപ്പൽ വാല്യൂ ആണ്. വേക്കൻസി പീരീഡ് 1 മന്തും വേക്കൻസി പീരീഡ് 3 മന്തും. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ A, B എന്നിട്ടിട്ട് 2 സിറ്റുവേഷനിലും ഇയാളുടെ ആനുവൽ വാല്യൂ അല്ലെങ്കിൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എത്രയെന്ന് സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ A എന്ന് എഴുതിയിട്ട് നിങ്ങൾ എഴുതേണ്ടത് വേക്കൻസി പീരീഡ് 1 മന്ത് എന്ന് എഴുതുക, ഹെഡിങ് എഴുതുക, അണ്ടർലൈൻ ചെയ്യുക. താഴെ 1 മാസം വേക്കൻസി ആണെങ്കിൽ ആ വീടിൻ്റെ ആനുവൽ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂ ഈക്വൽ ടു എക്സ്പെക്റ്റഡ് റെൻറ്റ് ഇവിടെ 20,000 തന്നിട്ടുണ്ട്. ആയിക്കോട്ടെ, വർക്കിംഗ് നോട്ടിലേക്ക് പോകുക കേട്ടോ. എക്സ്പെക്റ്റഡ് റെൻറ്റ് 20,000 തന്നിട്ട് നമുക്കൊന്ന് മുനിസിപ്പൽ വാല്യൂ കണ്ടുപിടിച്ച് നോക്കാം. മുനിസിപ്പൽ വാല്യൂ എങ്ങനെയാണ്? 18,000 ഇൻറ്റു 100/10 ചെയ്താൽ മുനിസിപ്പൽ വാല്യൂ 1,80,000 എന്ന് കിട്ടും. ഇനി നമ്മൾ ലെറ്റ് ഔട്ട് വേക്കൻസി ഉണ്ടല്ലോ, അപ്പോൾ ആക്ച്വൽ റെൻറ്റ് ശരിക്കും കിട്ടുമായിരുന്നത് എത്രയാണെന്നൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. അതാണ് 20,000 ഇൻറ്റു 12, 2,40,000 ശരിക്കും നമുക്ക് കിട്ടേണ്ടിയിരുന്നത് ആക്ച്വൽ റെൻറ്റ്. 1 മാസം വേക്കൻസി വന്നാൽ നമുക്ക് എത്ര കിട്ടുക? 20,000 ഇൻറ്റു 11, 2,20,000. പിന്നെ മുനിസിപ്പൽ വാല്യൂ എപ്പോഴും 1,80,000 ഉള്ളൂ, അപ്പോൾ അത് കുറവാണ്. അപ്പോൾ നമ്മൾ പ്രോബ്ലത്തിൽ മുകളിലത്തെ ടേബിളിലേക്ക് പോവുക. ഗ്രോസ് ആനുവൽ വാല്യൂ എക്സ്പെക്റ്റ് 2 ലക്ഷമോ അല്ലെങ്കിൽ 2,20,000 ഏതാ കൂടുതൽ? ഇവിടെ ആക്ച്വൽ റിസീവ്ഡ് കൂടുതലാണ്, അപ്പോൾ ഒരു കൺഫ്യൂഷനും ഇല്ല. 2,20,000. അതിന് ഹൗസ് ടാക്സ് 18,000 കുറച്ചപ്പോൾ 2,02,000 കിട്ടി. 1 മാസമാണ് വേക്കൻസി ഉള്ള വീടാണെങ്കിൽ. 3 മാസം വേക്കൻസി ഉണ്ടെങ്കിലോ 2 ലക്ഷമോ അല്ലെങ്കിൽ 20,000 ഇൻറ്റു 9, 1,80,000. ഇവിടെ നമുക്കറിയാം ശരിക്കും ഈ വീടിന് വാടക കിട്ടേണ്ടിയിരുന്നത് 2,40,000 ആണ്. അത് 1,80,000 ആക്ച്വൽ റെൻറ്റ് കിട്ടാൻ കാരണം വേക്കൻസി കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ആക്ച്വൽ റെൻ്റ് ആയിട്ടുള്ള 1,80,000 എടുത്താൽ മതി. 1,80,000 18,000 മുനിസിപ്പൽ ടാക്സ് കുറച്ച് 1,62,000. അടുത്ത ചോദ്യം, നിങ്ങൾ ആനുവൽ വാല്യൂ കണ്ടുപിടിക്കണം. മുനിസിപ്പൽ റെൻറ്റ്, ഫെയർ റെൻറ്റ്, സ്റ്റാൻഡേർഡ് റെൻറ്റ്, ആക്ച്വൽ ഉണ്ട്,
മുനിസിപ്പൽ ടാക്സ് ഓണറാ പേ ചെയ്തേക്കുന്നത്. അൺറിയലൈസ്ഡ് റെൻറ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. മുനിസിപ്പൽ റെൻ്റ് ഓർ ഫെയർ റെൻറ്റ് വിച്ച് എവർ ഇസ് ഹയർ, ഫെയർ റെൻറ്റ് 1.50 കൂടുതൽ. കമ്പയർ ഇറ്റ് വിത്ത് സ്റ്റാൻഡേർഡ് റെൻറ്റ് 1,60,000 വിച്ച് എവർ ഇസ് ലെസ്, 1,60,000 കുറവ്. അപ്പോൾ അതെടുത്തു 1,60,000. ഇനി അത് ആക്ച്വൽ റെൻ്റായിട്ട് കമ്പയർ ചെയ്തു 2,40,000. ഏതാ കൂടുതൽ? 2,40,000 കൂടുതൽ. അതിന്ന് അൺറിയലൈസ്ഡ് റെൻറ്റ് നമുക്ക് കുറയ്ക്കാം, മുനിസിപ്പൽ ടാക്സും കുറയ്ക്കാം. ഓക്കെ, മുനിസിപ്പൽ വാല്യൂൻ്റെ 20% മുനിസിപ്പൽ ടാക്സ് എന്ന് പറയുന്നത് 1,50,000 20% 30,000. അപ്പോൾ അത് രണ്ട് വിന്നർ കോളത്തിൽ എഴുതി 70,000 രൂപ ലെസ് ചെയ്തപ്പോൾ ആനുവൽ വാല്യൂ 1,70,000 കിട്ടി. ഇനി സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30%. അപ്പോൾ അത് 51,000 വന്നു. അപ്പോൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കിട്ടി. ഇനി അടുത്തൊരു ചോദ്യം കൂടി ചെയ്യാം. അത് ഫെയർ റെൻ്റ് ഉണ്ട്, മുനിസിപ്പൽ റെൻ്റ് ഉണ്ട്, വിച്ച് എവർ ഇസ് ഹയർ 2 ലക്ഷമാണ് കൂടുതൽ. സ്റ്റാൻഡേർഡ് റെൻ്റായിട്ട് കമ്പയർ ചെയ്തു, വിച്ച് എവർ ഇസ് ലോവർ, അപ്പോഴും 2 ലക്ഷമാണ് വന്നത്. ആക്ച്വൽ റെൻറ്റ് പറഞ്ഞാൽ 30,000 പെർ മന്താണ്, പക്ഷേ വേക്കൻസി 2 മാസം ഉണ്ട്. അപ്പം 30,000 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ 3 ലക്ഷം വരും. അപ്പോഴും ആക്ച്വൽ റെൻ്റാണ് എക്സ്പെക്റ്റഡിനേക്കാളും കൂടുതൽ. അപ്പോൾ 3 ലക്ഷം വരും എവിടെ? ഗ്രോസ് ആനുവൽ വാല്യൂ 3 ലക്ഷം വരും. അൺറിയലൈസ്ഡ് റെൻറ്റിൻ്റെ 30,000 അത് ലെസ് ചെയ്യുക. മുനിസിപ്പൽ ടാക്സ് ഓണർ പേ ചെയ്ത് മാത്രം 15,000 ലെസ് ചെയ്യുക. അപ്പോൾ ആനുവൽ വാല്യൂ കിട്ടും. ആനുവൽ വാല്യൂൻ്റെ 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറയ്ക്കുക. ഡയറക്റ്റായിട്ട് ഇൻട്രസ്റ്റ് ഓൺ ലോൺ 25,000 തന്നിട്ട് അതും കുറയ്ക്കുക. അപ്പോൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കിട്ടും. ഓക്കെ.